ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹ വ്ളോഗും. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറ് ഒന്നും എടുക്കാറില്ല. അതാണ് മെയിനായിട്ടുള്ള കുറേ മുമ്പൊക്കെ എടുത്ത കുറച്ച് ഷോർട്ട് വീഡിയോസിന് വേണ്ടി എടുത്ത വീഡിയോസൊക്കെ ഉണ്ടായത് അതുപോലും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ചെറിയ ചെറിയ തിരക്കിലൊക്കെ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലും ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുകയാണ്. ഒരു ജോബ് ഫെയർ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പം ഒരുപാട് പേര് ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് പേര് ഇങ്ങനെ പറയലുണ്ട്. അപ്പോൾ എന്നോട് തന്നെ ആണെങ്കിലും കുറേ പേര് പറയുന്ന കാര്യമാണ്, എന്താണ് ജോലി ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോലി കാണുന്നില്ല, ഇല്ല, അങ്ങനെ കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് വാക്കൻസീസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എവിടെയും ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ജോബ് ഫെയർ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിനൊക്കെ ഒരുപാട് ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ എല്ലായിടത്തും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല പോകുന്നത്. എല്ലായിടത്തും നമ്മളൊരു എന്താ പറയുക, നമ്മൾ മുമ്പിലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അവിടെ കിട്ടുമോ കിട്ടുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ കുറേ പേരുടെ ഒരു പേടിയാണ്, എന്തായിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്യേണ്ടി വരുമോ, അതുപോലെ തന്നെ എങ്ങനെ അവരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി നിൽക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കാണെങ്കിലും കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ ഫ്രഷറാണോ എക്സ്പീരിയൻസ് ആണോ അതിലേറെക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മളിവിടെ എങ്ങനെയാണ് ഒരാളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഇപ്പം നമ്മളോട് ചോദിക്കുന്ന നമ്മുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതായത് ഒന്നും പറയാം, നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാതെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കല്ല. അപ്പം നമ്മൾ പറയണം, റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റണം. ഇതിനെ പറ്റിയിട്ട് എനിക്കറിയാം. അതായത് നമ്മളൊരു പ്രോപ്പറായി നമുക്ക് അറിയുന്ന കാര്യം തന്നെ ചില ആളുകൾ പറയാതെ മടിച്ച് അത് ശരിയാവോ തെറ്റാവോ എന്ന് വരെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ട്. സോ നമുക്കത് തെറ്റാണോ ശരിയാണെന്നോ അറിയുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്യണം, നമ്മൾ അതിനെപ്പറ്റി പറയാന്നുള്ളതാണ്. എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. ലോകത്ത് ഇതുവരെയുള്ള ഏതൊരാളും ഫുൾ ശരിയിലൂടെ അല്ല പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫുൾ ശരിയായിട്ടല്ല എല്ലായിടത്തും എത്തിയിട്ടുള്ളത്. ഫുൾ പരാജയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. സോ തെറ്റ് എന്ന് പറയുന്നത് അത് തെറ്റിപ്പോകൂ അല്ലെങ്കിൽ പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു അവസ്ഥയെ പറ്റിയിട്ടല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ നല്ല രീതിക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഇൻ്റർവ്യൂവിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എനിക്കതാ പറയാനുള്ളത്. കാരണം ജോബ് ഒന്നും കാണുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എന്തെങ്കിലും കിട്ടും, അങ്ങനെയൊക്കെ കുറേ പേരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മടിയാണ് സത്യം പറഞ്ഞാൽ. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ജോബ് ഇല്ലാത്തതുകൊണ്ടല്ല, മടിയാണ് എല്ലാവർക്കും. സോ നിങ്ങൾക്ക് നല്ല ജോബ് വേണം, അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിലോ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പിൽ വരുന്ന എല്ലാ വാക്കൻസീസിലും നിങ്ങളൊന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഏത് ഇൻ്റർവ്യൂവിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് നടത്താം. നിങ്ങൾ ഫ്രഷർ ആയിക്കോട്ടെ, ദിസ് ഈസ് നോട്ട് എ പ്രോബ്ലം, ഒരു പ്രശ്നമേ അല്ല. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ രണ്ടാമത്തെ ജോബ് ഫെയറിനാട്ടോ പോകുന്നതും. ഇതിന് മുമ്പ് ഒരു നോബൽസ് വുമൻസ് കോളേജ് വെച്ചിട്ടൊരു ജോബ് ഫെയർ നടന്നിട്ടുണ്ടായിരുന്നു, അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ ഇൻ്റർവ്യൂ അതായത് ഓരോ കമ്പനിയിൽ വിളിക്കുന്ന സമയത്ത് ആ ഒരു കമ്പനിക്ക് ബേസ് ചെയ്തിട്ട് കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ജോബ് ഫെയർ എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. നമുക്ക് ഏത് കമ്പനീൻ്റെയും ഇൻ്റർവ്യൂവിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ടുള്ളതിൽ ഞാൻ കുറേ പോയിട്ടുണ്ട്, പക്ഷെ ഇത് രണ്ടാമത്തേതാണ് ജോബ് ഫെയറിന് പോകുന്നതും. ചില കമ്പനിയിലൊക്കെ അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടിയതിൽ തന്നെ കുറേ പിന്നീട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സെലക്റ്റഡ് ആയിട്ടും പല റീസൺ കൊണ്ട് പോകാൻ പറ്റാത്ത. അപ്പം അങ്ങനെ കുറേ എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ എക്സ്പീരിയൻസ് കിട്ടുന്നു. നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ അവർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർ എന്തൊക്കെ ക്വസ്റ്റ്യൻ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കുറേ എക്സ്പീരിയൻസ്ഡാണ് നമുക്ക് ആവാൻ പറ്റുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം. നമ്മൾ എവിടെയും മടിച്ച് നിന്ന് അല്ലെങ്കിൽ നമുക്കത് കിട്ടൂല എന്ന് പറഞ്ഞ് നിന്നാൽ എവിടെയും നമ്മൾ എത്താൻ വേണ്ടി പോകുന്നില്ല. നമ്മുടെ കാര്യമായതുകൊണ്ട് നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം. ആരും ഇപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതാണ്, ഇന്നാ ജോലി എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നാണ് ജോലി തരാൻ പോകുന്നില്ല. നമ്മളെല്ലാത്തിനും ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തും കിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഒന്നിന് പോയി കിട്ടിയില്ല, എനിക്കിതൊന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ടും കാര്യമില്ല.
നമ്മൾ വിജയിക്കുന്ന അതുവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നിൽക്കൽ നിർബന്ധമാണ്. അല്ലാതെ ആരും വിജയം നമ്മളെ അടുത്തേക്ക് വന്ന് തരാനും പോകുന്നില്ല. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് കീശ്ശേരി റീജിയണൽ കോളേജ് വെച്ച് നടക്കുന്ന ജോബ് ഫെയറിനാണ് പോകുന്നതും. അപ്പം നിങ്ങൾക്ക് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഏതൊക്കെ കമ്പനിയാണ്, ഏതൊക്കെ വാക്കൻസി ആണൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചും. ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് എങ്ങനെയാണ് ഈ ജോബ് ഫെയർ ഉണ്ടാവുന്നത് മീൻസ് എങ്ങനെയാണ് അവിടെ നടക്കുന്നതും, കുറേ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ, ആരൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്ക് കുറേ പേടിയും കുറേ ആൾക്ക് പോകാനൊക്കെ ഒരു ചടപ്പൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അവിടെ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ്, അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സോ നമുക്ക് ഇന്ന് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങൾ കാണാം, ഏതൊക്കെ കമ്പനീൻ്റെയാണ്, ഏതൊക്കെ വാക്കൻസിയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ഞാൻ എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കാണിച്ചു തരാം കേട്ടോ, വീഡിയോസൊക്കെ എടുത്താണ്ടും. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ റീജിയണൽ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് കോളേജിലെത്തിയില്ല, അതായത് കോളേജിൻ്റെ റോഡാണ് ഇങ്ങനെ മുകൾക്ക് ഇങ്ങനെ കയറിയിട്ടുള്ളത്. ഇതാണ് കോളേജിൻ്റെ ഗേറ്റ്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ ഗൈസ്, നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. രാവിലെ വന്ന കുട്ടികൾ വരെ ഇപ്പോഴാണ് പോകുന്നത്. അപ്പം നമ്മളിനി വൈകുന്നേരം 5 മണിക്ക് ശേഷം പോകുമെന്നുള്ളത് സംശയമാണ്. Stories of traveling tourism, Better Choice Hypermarket, Philipper, Fezza Institute, Cake Studio in Frappa, മലബാർ പോളിക്ലിനിക്, ഇത്രയും കമ്പനികൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ കോളേജിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. ഇതൊക്കെയാണ് കുറേ കമ്പനീസ് ഉണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ ഏത് വാക്കൻസിക്കും നമുക്ക് കൊടുക്കാന്നുള്ളതാണ്. അത് കൊടുത്താണ്ട് നമ്മൾ അതായത് നമുക്ക് ആദ്യം ഇതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് വാക്കൻസി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ നെയിം ഇതിവിടെ എഴുതാം. എന്നിട്ട് നമ്മൾ ഏത് കമ്പനിക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ കമ്പനീൻ്റെ പേര് എഴുതാം. എന്നിട്ട് നമ്മൾ അവരുടെ നേരെ ഇൻ്റർവ്യൂവിന് പോകലാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് അവർ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അവർ സൈൻ ചെയ്ത് തരും. നമ്മൾ CV കൊണ്ടുപോകാണ്ട് CV അവർക്ക് കൊടുക്കും. അപ്പോൾ 5 CV എന്തായാലും കയ്യിൽ വെച്ചിരിക്കാം. 5 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് കൊടുക്കാം, എത്രയും കൊടുക്കാം. ഇത് കുറേ വാക്കൻസി ഉണ്ട് ഇവിടെ, കുറേ അടിപൊളി വലിയ വലിയ കമ്പനീസും ആണ്. നമുക്കിവിടെ എല്ലാ ട്രേഡിങ്ങിൻ്റെതും ടീച്ചർ വാക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ കമ്പനീൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാത്തിൻ്റെയും ഉണ്ട്. നമുക്ക് എന്തായാലും നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. ഓരോ ക്ലാസ് റൂം വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറെ കുറേ ക്ലാസ്സിൻ്റെതും ഉണ്ട്. ഇവിടെ ഇതാണ് കോളേജിൻ്റെ ക്യാൻറ്റീൻ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് ഇവരെ കോളേജ്. പക്ഷെ നല്ലോണം കുഴങ്ങിട്ടോ, കാരണം അങ്ങോട്ട് ഓരോ ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലത്താണെങ്കിൽ എല്ലാവരും അവിടുത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയൊക്കെയാണ്. അപ്പോൾ പിന്നെ നല്ല തിരക്കും ഉണ്ട്. ഭാഗ്യത്തിന് ഒന്നിൽ കയറി അവിടെ നിന്ന് പോകുന്നു, ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പോകുന്നു. ഇനി ഞങ്ങൾ അവർ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കാൻ, അപ്പോൾ ചോറുണ്ടോ എന്ന് അന്വേഷിച്ചപ്പം ഇവിടെ ഫുഡൊക്കെ കഴിഞ്ഞു എന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ക്യാൻറ്റീൻ ഇതാണ് അവരെ കോളേജിലത്തെ റീജിയണൽ കോളേജിലത്തെ ക്യാൻറ്റീനാണ് കേട്ടത് ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾ കഴിഞ്ഞു. ടോട്ടല് 6 കമ്പനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. ഇൻ്റർവ്യൂക്ക് നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാക്സിമം കഴിയുന്നതനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് കംപ്ലീറ്റഡ്. സോ പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട്. ഫുഡ് കിട്ടി ഗൈസ്, ബിരിയാണി. പൊതിയിൽ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം ക്യാൻറ്റീനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ക്യാൻറ്റീനിൽ ഫുഡ് ഇല്ല അറിഞ്ഞാണ്ട് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് കോളേജിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ എന്താ നോക്കിയപ്പോൾ ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും വിശപ്പില്ല, ഇപ്പം ചായ ഇതൊക്കെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് വിശപ്പില്ല. അതുകൊണ്ട് ഇനി വീട്ടിൽ പോയിട്ട് പൊതിച്ചോറല്ല ബിരിയാണി പൊതിയിലാണ്, അപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് അത്ര വലിയ ദൂരമൊന്നുമില്ല. കീശ്ശേരി എത്തിയിട്ട് അവിടുന്ന് ഒറ്റ ബസ് കയറിയാൽ പൂക്കൽത്തൂർ ഇറങ്ങാം. പിന്നെ വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പം പിന്നെ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.